ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ ഗോതമ്പും ശർക്കരയും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര എടുത്തിട്ടുള്ള അതേ കപ്പിലാണ് 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് കപ്പിൽ വേണോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലൊരു ബോണ്ട മാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ബോണ്ട മാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബോണ്ട മാവ് ഇരിക്കേണ്ടത്. അതായത് നമുക്ക് കയ്യിൽ ഇതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്നൊന്ന് കോരിമാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാ മാവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.